ശ്രീ ശങ്കർ, അപഹാസ്യകരമായ ഒരു കാര്യമല്ലാതെ ഇതിന് വേറൊന്നും പറയാനില്ല. ഇപ്പോൾ നവകേരള സദസ്സരുടെ പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ച പോലീസുകാർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുവാൻ വേണ്ടിയിട്ടാണ് പിണറായി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതെ, സർക്കാരിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ അത് ഒരു വലിയ പുണ്യപ്രവൃത്തിയായിരുന്നല്ലോ. യൂത്ത് കോൺഗ്രസുകാരെ തല്ലിച്ചതയ്ക്കാൻ ഉദ്യുക്തരായി നിൽക്കുന്ന ഡിവൈഎഫ്ഐക്കാർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുകയും ഇവരെ തല്ലുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാന്നുള്ള ചെറിയ കാര്യമില്ലല്ലോ. അത് വിപ്ലവ പ്രവർത്തനത്തിന്റെ ഒരു തുടർച്ചയാണ്. അപ്പൊ ഈ സർക്കാർ ഇരിക്കുമ്പോൾ അവരല്ലാതെ പിന്നെ കരിങ്കൊടി കാണിക്കാൻ വന്ന് യൂത്ത് കോൺഗ്രസുകാരെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് എന്തെങ്കിലും പാരിതോഷികം പ്രഖ്യാപിക്കാനും സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമുക്ക് ഒരു അത്ഭുതത്തിന്റെ അവകാശമില്ല. മാധ്യമ പ്രവർത്തകരെ പ്രതിയാക്കിയ പോലീസുകാർക്കും ഇത് പരിഗണന നൽകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഈ യൂത്ത് കോൺഗ്രസുകാരെ തല്ലുന്നതിന്റെ ദൃശ്യങ്ങൾ സമാഹരിച്ചിട്ട് ഓരോ പോലീസുകാരനും അവര് കൊടുത്ത അടിയുടെ അനുപാതത്തിൽ ഇൻക്രിമെന്റുകൾ പ്രഖ്യാപിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഒരടി കൊടുത്ത പോലീസുകാരന് ഒരു ഇൻക്രിമെന്റ്, രണ്ടടി കൊടുത്തവർക്ക് 2 ഇൻക്രിമെന്റ്, മാരകമായിട്ട് പരിക്കേൽപ്പിച്ച ആളുകൾക്ക് പ്രൊമോഷൻ, ആ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇതുപോലുള്ള പരിപാടികൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ഒന്നുകൂടി ഒരു ശുഷ്കാന്തി ഉണ്ടാവും, ഒന്നുകൂടി ജാഗ്രത ഉണ്ടാവും. അതൊന്നും കണ്ടിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതൊന്നും കാണാത്തത് കൊണ്ടായിരിക്കും അല്ലേ ഈ പോലീസുകാർക്ക് ഇങ്ങനെയുള്ള പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ നൽകുന്നത്? അല്ല, മുഖ്യമന്ത്രി കണ്ടില്ലെങ്കിലും കാണേണ്ട ആൾക്കാർ കണ്ടിട്ടുണ്ടല്ലോ. പോലീസ് മേധാവി കണ്ടിട്ടുണ്ട്, ക്രമസമാധാന ചുമതലയുള്ള ADGP കണ്ടിട്ടുണ്ട്, മറ്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അതിന്റെ ആ വീഡിയോ ദൃശ്യങ്ങൾ സമാഹരിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു കൂടുതൽ പാരിതോഷികം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അപ്പോൾ പോലീസുകാർക്ക് ഇനി മേലിൽ ഇതുപോലുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടപ്പാക്കാനായിട്ട് ഒന്നുകൂടി ഉത്സാഹം ഉണ്ടാവും.